ഹലോ ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ മുതൽ ഞങ്ങളൊരു യാത്രയിലായിരുന്നേ. ഞങ്ങൾ ഗിണ്ടിയിലേക്ക് പോയതാണ്. രാവിലെ 7-7:30 വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ 3 പേരും ഉണ്ട്. ഞാനും ശ്രീഹരി ഹസ്ബൻഡും ഉണ്ട്. അപ്പോൾ ശങ്കരനെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണേ. അവന് ഇന്നലെ ആയിരുന്നു ലാസ്റ്റത്തെ എക്സാം എല്ലാം തീർന്നത്. അപ്പോൾ എക്സാം എല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് തന്നെ അവൻ വിളിച്ച് പറഞ്ഞു, വൈകിട്ടാവുമ്പോൾ ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്ത് സാധനങ്ങളൊക്കെ ഇട്ട് നമുക്ക് വീട്ടിലേക്ക് പോരാമെന്നുള്ളത് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും പനിയായിരുന്നു. അപ്പം ഇന്നലെ വൈകിട്ടായപ്പോഴേക്കും തീരെ വയ്യ, അങ്ങനെ കിടപ്പിലായി പോയതുകൊണ്ടിട്ട് ഇന്നലെ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ആയപ്പോഴേക്കും വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. അതുകൊണ്ടിട്ട് അപ്പോൾ അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ പോവാണ്. റൂമെല്ലാം ഇന്ന് വെക്കേറ്റ് ചെയ്യുവാണ് കേട്ടോ. അവൻ്റെ അവിടുത്തെ പഠനമെല്ലാം അവസാനിച്ചു. ഇതിപ്പോൾ ചെന്നൈറ്റിയാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് അവൻ അവിടെയാണ് പഠിക്കണത്. അവനവിടെ എന്നെ പേഴ്സണലായിട്ട് അറിയണ പലരും മെസ്സേജ് അയച്ചും അല്ലാതെയും ഒക്കെ ചോദിക്കാറുണ്ട്, അവനവിടെ എന്ത് ബ്രാഞ്ചാണ് പഠിച്ചത്, എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടുന്നത്, എത്ര വർഷത്തെ കോഴ്സാണ്, ഇതുപോലുള്ള ഡീറ്റെയിൽസ്. അവന് അവിടെ ബിടെക് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ് നമുക്ക് കിട്ടിയത്. ഇത് കിട്ടുന്നത് JEE അഡ്വാൻസ് വഴിയാണ് നമുക്ക് കിട്ടുന്നത്, അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ ഇവൻ ബിടെക്കിനാണ് ആദ്യം ജോയിൻ ചെയ്തത്, കെമിക്കൽ എഞ്ചിനീയറിംഗ് ബിടെക്. അപ്പോൾ 3rd ഇയർ ആകുമ്പോഴേക്കും നമുക്ക് വേണമെങ്കിൽ 1 വർഷം കൂടെ എക്സ്ട്രാ പഠിച്ചാൽ IDDD എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ എക്സ്ട്രാ 1 വർഷം കൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് MTech കൂടെ കിട്ടും. അപ്പോൾ അതുകൊണ്ടിട്ട് അവനപ്പോൾ 3rd ഇയർ ആയപ്പോഴേക്കും MTech കൂടെ ജോയിൻ ചെയ്തു. അങ്ങനെ അവനിപ്പോൾ ബിടെക്കും MTechും ചേർത്ത് ടോട്ടൽ 5 ഇയേഴ്സാണ് അവിടെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ ആയിരുന്നു ലാസ്റ്റത്തെ അവൻ്റെ എക്സാം എല്ലാം തീർന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെന്നൈറ്റിൽ കൂടെയാണ് കേട്ടോ. ഇവിടെ ശരിക്കും വളരെ സ്ലോലി നമുക്ക് വണ്ടി വിടാൻ പറ്റുള്ളൂ. കാരണം അവിടെ മാനും കുരങ്ങെല്ലാം ഇങ്ങനെ റോട്ടിൽ നടപ്പുണ്ടാവും. നമുക്ക് ഈ യാത്രയിൽ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും. ഇത് മാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നടന്നു പോണ മാതിരി വണ്ടി ഓടിക്കണം. അവിടെ എല്ലായിടും അതുപോലെ തന്നെ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വണ്ടിക്ക് സ്പീഡ് കൂടിയിട്ടുണ്ടെങ്കിൽ 10,000 രൂപ ഫൈനും വരുവേ. അപ്പം ഞങ്ങളും വളരെ പേടിച്ചാണ് എപ്പോഴും വണ്ടി ഓടിക്കാറുള്ളത്. അപ്പോൾ ഇത് ചെന്നൈറ്റ് ശരിക്ക് 617 ഏക്കർ സ്ഥലത്തിലാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ശരിക്കും നമുക്കിത് കാട്ടിലൂടെയുള്ള ഒരു യാത്ര പോലെ തോന്നും, ഈ റോട്ടിലൂടെയുള്ള യാത്ര. ഇപ്പം ഞങ്ങളിവിടെ ഇവൻ പഠിക്കുമ്പോഴേക്കും മാസത്തിലൊരിക്കലെങ്കിലും ഇവനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോകും. അതല്ലെങ്കിൽ അവൻ തിരിച്ച് സാധിക്കുന്ന തിരക്കില്ലാത്ത സമയങ്ങളിലെല്ലാം അവൻ വീട്ടിലേക്ക് വരും. ആദ്യത്തെ സമയങ്ങളിലെല്ലാം ബിടെക് പഠന കാലങ്ങളിലെല്ലാം അവൻ ആഴ്ച വന്നിരുന്നു. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് 1 ഇയർ ആയപ്പോഴേക്കും അവന് വരാൻ ഒട്ടും തന്നെ സമയമില്ലായിരുന്നേ. അവൻ ഒരുപാട് തിരക്കുകളായി. അതുകൊണ്ടിട്ട് അപ്പോൾ അവൻ വരാതിരിക്കുന്ന സമയങ്ങളിൽ ഞങ്ങൾ അങ്ങോട്ട് പോയി കാണുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ അവൻ്റെ 5 വർഷത്തെ അവിടുത്തെ പഠനകാലം അവസാനിച്ചു. ശരിക്കും ഈ യാത്ര നമുക്ക് ഒരു കാട്ടിലൂടെയുള്ള ഒരു യാത്ര പോലെ ഫീൽ ചെയ്യേ. കാരണം നിറയെ കിളികളുടെയും പക്ഷികളുടെയും ഒച്ചകൾ, അതുപോലെ മാനും കുരങ്ങുകളും ഒക്കെ കാണാം. റോട്ടിലും നിറയെ മാനുകളിങ്ങനെ കൂട്ടമായിട്ട് നടന്നു പോകുന്ന കാണാം. മാനുകളെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി അവരുടെ പുറകെ പതുക്കെ ഓടിച്ചു പോകണം. അപ്പോൾ അതുമാത്രമല്ല, എല്ലാ സ്ഥലത്തും ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കാറിൻ്റെ സ്പീഡ് ഗേറ്റിൽ റീഡാവും. അതുകൊണ്ടിട്ട് നമ്മൾ വളരെ സൂക്ഷിച്ചേ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഞങ്ങളെപ്പോഴും വളരെ പതുക്കെ സ്ലോലി ആയിട്ട് ഇതിൽ വണ്ടി ഓടിച്ച് അവിടെ പോകുന്നത്. ശരിക്കും നല്ലൊരു യാത്രയാണ്. ഇവിടെ കുട്ടികൾ അധികവും ഒരു ബിൽഡിങ്ങിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് സൈക്കിളാണ് ഉപയോഗിക്കുന്നത്. വളരെ വലിയൊരു ക്യാമ്പസാണിത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ 617 ഏക്കർ സ്ഥലമുണ്ട്. കുട്ടികൾക്ക് കളിക്കാനും എല്ലാം ഒരുപാട് സൗകര്യങ്ങളുണ്ട്. സ്വിമ്മിങ് പഠിപ്പിക്കും, അതുപോലെ കുട്ടികൾക്ക് ബാക്കിയുള്ള കളികളെല്ലാം കളിക്കാനും, പിന്നെ ഡാൻസ് പഠിപ്പിക്കാനും, അങ്ങനെ എല്ലാം. അതുപോലെ കുട്ടികളെ ഏതെങ്കിലും ഒരു ഇതിൽ ഇപ്പോൾ കമ്പൽസറി ആയിട്ട് ചേർന്നിരിക്കണം എന്നുള്ള പുതിയ റൂൾസും എല്ലാം ഉണ്ട് ഇപ്പോൾ. ഏതെങ്കിലും ഒരു വിനോദം, കാരണം ഇവരുടെ പഠനം എന്ന് പറഞ്ഞാൽ വളരെ
സ്ട്രെസ്ഫുള്ളായിട്ടുള്ളതാണ്. ഇവർക്ക് സാധാരണ കോളേജുകളിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പഠനമാണ് IIT-കളിലുള്ളത്. കാരണം ഇവർക്ക് ബിടെക്കിൻ്റെ പഠിത്തമാണെങ്കിൽ ആ സിലബസ് മാത്രമല്ല ഇവർ പഠിക്കുന്നത്, അതിനോടുകൂടി അവർ ഒരുപാട് പേപ്പർ പ്രസൻറ്റേഷൻ, പിന്നെ പ്രോജക്റ്റ് വർക്കുകൾ, അങ്ങനെ ഒരുപാട് മറ്റ് അതർ കമ്പനികളുടെ ജോലികൾ, അങ്ങനെയെല്ലാം സൈഡായിട്ട് ഇവർ ഒരുപാട് കാര്യങ്ങൾ കൂടി ചെയ്യണം. മറ്റു കോളേജുകളിൽ നമ്മൾ ആ സബ്ജക്റ്റുകൾ മാത്രം പഠിച്ചു പോയാൽ മതി. അപ്പോൾ അവർക്ക് കുട്ടികൾക്ക് അത്രയ്ക്ക് ഓവർലോഡ് ഉണ്ടാവില്ല. പക്ഷേ IIT-കളിലെ പഠനം എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കുറച്ചൊരു ഹെവി ലോഡാണ്, പ്രത്യേകിച്ച് ഫൈനൽ ഇയറൊക്കെ ആകുമ്പോഴേക്കും ഹെവി ലോഡായിട്ടുള്ള പഠിത്തം തന്നെയാണ് അവർക്ക് വരുന്നത്. പിന്നെ അവർ സാധാരണ ഞങ്ങൾ ഇവരുടെ ഓരോ സെമസ്റ്റർ എക്സാം കഴിയുമ്പോഴും ഒരു ദിവസം ഫുള്ളായിട്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും വെളിയിൽ കറങ്ങി അല്ലെങ്കിൽ ഫുഡെല്ലാം വെളിയിൽ നിന്ന് കഴിക്കുക, അങ്ങനെയൊക്കെ ഒരു ദിവസം ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഹോസ്റ്റലുകളുടെ സെക്ഷനിൽ വന്നേ. ഇവിടെ അതുപോലെ തന്നെ ഇവിടെയുള്ള ഹോസ്റ്റലുകൾക്കെല്ലാം തന്നെ അളകനന്ദ, കാവേരി, ഗംഗ, അങ്ങനെ നദികളുടെ പേരുകളാണ് കേട്ടോ ഇവിടുത്തെ ഓരോ ഹോസ്റ്റൽ സെക്ഷനുകൾക്കും കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതിപ്പോൾ നമ്മൾ ഹോസ്റ്റൽ സെക്ഷനുകളുടെ ഏരിയയിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ശരിക്കും വളരെ വലിയൊരു ക്യാമ്പസും കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് തന്നെ സെൽഫായിട്ട് പഠിക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ ഫുട്ബോൾ കളിക്കാൻ, ക്രിക്കറ്റ് കളിക്കാൻ, അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. അവൻ മുന്നേ താമസിച്ചിരുന്നത് ഈ ഹോസ്റ്റലിലാണ്. ഇതായിരുന്നു അവൻ്റെ മുന്നത്തെ ഹോസ്റ്റൽ. അപ്പോൾ ഈ സെമിസ്റ്റർ ആയപ്പോഴേക്കും ഹോസ്റ്റൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ സൈത്തോണിലോട്ടാണ്. അവിടെ IIT-യുടെ ക്യാമ്പസിൽ തന്നെ സൈത്തോൺ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് അവനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ ഹോസ്റ്റലിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളും അവിടെ ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ചെന്നിട്ട് എല്ലാവരും കൂടെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം റൂം വെക്കേറ്റ് ചെയ്യാം, സാധനങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു പോരാം എന്നുള്ള ഐഡിയയാണ് ഞങ്ങളിന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ്. പൊതുവേ കുട്ടികൾക്ക് അവരുടെ ഇവിടുത്തെ പഠനകാലം എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പാടുള്ള, ബുദ്ധിമുട്ടുള്ള ഒരു സമയങ്ങൾ തന്നെയാണ് കേട്ടോ. കാരണം ഇവർക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർക്ക് നമ്മളുടെ മാർക്കുകൾ സാധാരണ കോളേജുകളിൽ നമുക്ക് ആ സബ്ജക്റ്റുകൾക്ക് നല്ല മാർക്ക് എടുത്താൽ അതിൻ്റെ CGPA മാത്രം നോക്കുള്ളൂ. പക്ഷേ ഇവർക്ക് മാർക്ക് CGPA ഒന്നും ഒരു പ്രധാനമല്ല. അതിനേക്കാളും പ്രധാനം ബാക്കി ഒരുപാട് കാര്യങ്ങൾ അവർ റെസ്യൂമിൽ ഉണ്ടാക്കണം. അതായത് നിറയെ കമ്പനികളുടെ വർക്കുകൾ ചെയ്തിട്ടുണ്ടാവണം, അതുപോലെ പ്രോജക്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ടാവണം, അതുപോലെ പേപ്പർ പ്രസൻറ്റേഷനുകൾ, അതുപോലുള്ള ഒരുപാട് എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഇവർ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതാണ് ഇവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പഠനകാലം പൊതുവേ കുട്ടികൾക്ക് ഒരു വളരെ ടഫായിട്ടുള്ള ഒരു പീരീഡാണ് അവർക്കിത്. പഠിത്തവും അതിൻ്റെ കൂട്ടത്തിലുള്ള പല പല വർക്കുകളും എല്ലാം ഒപ്പം മാനേജ് ചെയ്തുകൊണ്ട് പോകേണ്ടി വരും. പിന്നെ ഇപ്പോൾ അവർക്ക് കമ്പൽസറി ആയിട്ടുള്ള നിയമങ്ങളുണ്ട്, അതർ എക്സ്ട്രാ ആക്ടിവിറ്റീസ് എല്ലാം വേണം. കുറേ സമയം അവർ ഏതെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ട് ഏതെങ്കിലും ഫുട്ബോൾ കളിക്കുക അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലോട്ട് എൻഗേജ്ഡ് ആകണം. ഇതുപോലുള്ള ഒരുപാടായിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാം വന്നിട്ട് ഇവർക്ക് സാധാരണ എക്സാംസ് എല്ലാം കഴിയുമ്പോഴേക്കും ഞങ്ങൾ 1-2 ദിവസം കുട്ടികളൊക്കെ ആയിട്ട് ഓരോ സെമിസ്റ്റർ എക്സാം കഴിയുമ്പോഴും മാക്സിമം വെളിയിൽ അവരെ കൂട്ടി സിനിമയ്ക്ക് പോവുകയും വെളിയിലെ ഫുഡുകൾ കഴിക്കാൻ വെളിയിലൊക്കെ കറങ്ങി നടക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്ക് പഠിത്തത്തിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് ഒരു ചേഞ്ച് ആകും അവർക്കത് അങ്ങനെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ IIT-കളിലുള്ള കുട്ടികളുടെ ശരിക്കുള്ള ഒരു പഠന രീതികളെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവർ എക്സാം ടൈമുകളൊക്കെ ആകുമ്പോൾ ഈ കുട്ടികളൊക്കെ പലരും 2 മണിക്കൂർ 3 മണിക്കൂർ അങ്ങനെയൊക്കെ ഇവർ ഉറങ്ങാറുള്ളു. അതുപോലെയൊക്കെ അത്രയ്ക്ക് ഭയങ്കരമായിട്ട് ഇവർ ഹാർഡ് വർക്ക് ചെയ്യേണ്ട പീരീഡുകളാണ്. ബാക്കി എക്സാം സമയത്താണ് ഇവർ ഓരോ സബ്ജക്റ്റുകളും പഠിക്കുന്നത്. ബാക്കി സമയങ്ങളിൽ ഇവർ അതർ ആക്ടിവിറ്റീസിനാണ് ചിലവഴിക്കുന്നത്, മറ്റ് കാര്യങ്ങൾ ഉണ്ടാക്കാനായിട്ട്. പിന്നെ നിറയെ കോമ്പറ്റീഷനുകൾ വരും, അതിൽ പങ്കെടുത്ത് അവർ റെസ്യൂം നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തികൾ, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവർക്ക് അതർ ആക്ടിവിറ്റീസ് നിറയെ വേണം. അപ്പോൾ
ഇപ്പം നമ്മൾ ഏകദേശം അവരുടെ സൈത്തോൺ എന്ന് പറഞ്ഞ ഇതിന് റെസ്റ്റോറൻറ്റിന് അടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവന് ഫോണിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അങ്ങോട്ട് സൈത്തോണിലോട്ട് വരാൻ പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും അവനും നടന്ന് അവിടെ എത്തിക്കോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ ഇന്ന് 8 മണിക്കാണ് ആൾ എഴുന്നേറ്റിട്ടത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അവൻ ഒരുപാട് തിരക്കായിരുന്നു. അപ്പോൾ രാത്രിയൊന്നും ശരിക്കും ഉറങ്ങിക്കാണില്ല അവൻ. അതുപോലെ തിരക്കുള്ള സമയങ്ങളിലൊക്കെ ഉറക്കം അവന് വളരെ കുറവായിരിക്കും എപ്പോഴും. അപ്പോൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളിൽ നമുക്ക് പുട്ട്, ദോശ, അതുപോലെ ഇഡ്ഡലി അതുപോലെ സാധനങ്ങളെല്ലാം കിട്ടും കേട്ടോ. പക്ഷേ ഹൈദരാബാദ് IIT-യിലാണെങ്കിൽ അവർക്ക് ചപ്പാത്തി അതുപോലുള്ള സാധനങ്ങൾ മാത്രമേ കിട്ടത്തുള്ളൂ. ചപ്പാത്തി മാത്രമേ കിട്ടുള്ളൂ, പിന്നെ അവിടുത്തെ റൈസും കിട്ടും. അപ്പോൾ ശ്രീഹരി അവന് റൈസ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവൻ 2 നേരവും ചപ്പാത്തി മാത്രമാണ് കഴിക്കുന്നത് അവിടെ. അപ്പോൾ അവനെപ്പോഴും പറയും എനിക്ക് ചപ്പാത്തി ഹറാമാണെന്ന് പറയും. അതുകൊണ്ടിട്ട് അവൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചപ്പാത്തി ഉണ്ടാക്കാറേ ഇല്ലേ. ഇതാ ഞങ്ങളിപ്പോൾ സൈത്തോണിലെത്തി കേട്ടോ. ഇതാണ് സൈത്തോൺ. അപ്പം ഞങ്ങൾ ഇവിടെ വരുമ്പോഴെല്ലാം ചായ കുടിക്കണ ഇവിടെ നിന്നാണ്. അപ്പോൾ ഞങ്ങൾ അവർ 3 പേരും മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. ഞാൻ ഒരു ഗ്ലാസ് ചായ മാത്രമേ കുടിച്ചുള്ളൂ. എനിക്ക് പനിയെല്ലാം മാറിയിട്ടും വായെല്ലാം ഭയങ്കര കയ്പായിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ തോന്നാത്തതുകൊണ്ട് ഞാൻ ചായ മാത്രം കുടിക്കാമെന്ന് വിചാരിച്ചു. വിശപ്പില്ലായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ അവൻ്റെ ഹോസ്റ്റലിലേക്ക് പോയി. സാധനങ്ങളൊക്കെ കുറച്ചായിട്ട് പാക്ക് ചെയ്ത് കാറിൽ കയറ്റി കേട്ടോ. തുണി കഴുകാനുള്ളതും ഒക്കെ കുറച്ചുണ്ടായിരുന്നേ. അപ്പോൾ അവന് 2 ആഴ്ചയിലൊരിക്കൽ വീട്ടിൽ വന്ന് തുണികളെല്ലാം കഴുകി എടുത്തിട്ട് പോവാറുള്ളതാണ്. അപ്പോൾ എന്നാലും കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ശ്രീഹരിയാണ് കേട്ടോ അവൻ അധികവും എല്ലാം പാക്ക് ചെയ്ത് കൊടുത്തതെല്ലാം. അവർ 2 പേരുടെ മാസ്കൊക്കെ ഇട്ട് മൊത്തം പാക്കിങ് എല്ലാം ചെയ്തു. ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ചെന്നെങ്കിലും ഇപ്പം അമ്മക്ക് പനി മാറിയിട്ടേ ഉള്ളു, വീണ്ടും അസുഖം അധികമാവെന്നും പറഞ്ഞ് അവൻ അടുപ്പിച്ചില്ല. കാറിൽ വേണമെങ്കിൽ സാധനങ്ങൾ കൊണ്ടേ വെച്ചോ എന്ന് പറഞ്ഞേ. അപ്പം ഞങ്ങൾ ഈ ഹോസ്റ്റലിൽ അവിടെ നിൽക്കുമ്പോഴാണ് അവിടുത്തെ വാർഡൻ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞത്. അവിടെ ഒരു കുട്ടിയുടെ ഫോട്ടോ ഒട്ടിച്ചിരിക്കണ കണ്ടു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അതൊരു മുംബൈ IIT-യിലൊരു സ്റ്റുഡൻ്റാണ്. അവൻ കുറച്ച് ദിവസം ആരും അറിയാതെ ഇവിടെ വന്ന് അവൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിൽ താമസിച്ച് എന്നിട്ട് നോർമലായിട്ട് ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുകയും പിന്നെ ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്ത് മെസ്സിൽ പോയി ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ കുട്ടികൾ ഒരു തമാശയ്ക്ക് ചെയ്യുന്നതാണ് ഇതെല്ലാമേ. അപ്പോൾ ഇത് ശ്രീഹരി ഇടയ്ക്ക് ശങ്കരനോട് പറയാറുള്ളൊരു കാര്യമായിരുന്നേ. എടാ ചേട്ടാ, കുറച്ച് ദിവസം നീ ഹൈദരാബാദ് വന്ന് എൻ്റെ അവിടെ ഒന്ന് താമസിക്ക്, ഞാൻ IIT-യിൽ കുറച്ച് ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്യുക, നീ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നൊക്കെ തമാശയ്ക്ക് അവൻ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ ആ കുട്ടി കാര്യത്തിൽ അത് നടപ്പിലാക്കി. അങ്ങനെ വളരെ തമാശയായിട്ടുള്ളൊരു കാര്യം അവിടെ നടന്നെന്ന് അയാൾ പറഞ്ഞു കേട്ടോ ഞങ്ങളോട്. ഇതിപ്പോൾ ഞങ്ങൾ അവരുടെ സാധനങ്ങളെല്ലാം അവിടെ നിന്ന് പാക്കപ്പ് ആക്കിയേ. അവൻ്റെ ചെയറെല്ലാം ഞങ്ങൾ കാറിൽ തന്നെ കൊണ്ടുവന്നായിട്ട് ഒരു വലിയ ചെയർ ഉണ്ടായിരുന്നു. പിന്നെ അവൻ്റെ അത്യാവശ്യത്തിനുള്ള കുറേ ഡ്രസ്സുകൾ, സാധനങ്ങൾ എല്ലാം അങ്ങനെ പാക്ക് ചെയ്തു. അവർ 2 പേരും കൂടെ ഈ IIT-യുടെ അടുത്തൊരു മാളുണ്ട്. അപ്പോൾ അവർ സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ അവരെ സിനിമയ്ക്ക് വിട്ടിട്ട് ഞങ്ങൾ 2 പേരും സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോരുവാണേ. അപ്പോൾ വണ്ടി ഓടിച്ച് വരുമ്പോഴേക്കും റോട്ടിൽ ഫുള്ള് മാനുകളാണ്. അപ്പോൾ മാനെ കണ്ടതോടുകൂടി ഞങ്ങൾ വണ്ടി വളരെ പതുക്കെയാക്കിയിട്ട് നടന്നു പോണ മാതിരി പോവാണ് കേട്ടോ വണ്ടി. ഇവിടെ മാനുകളുടെ റെയർ സ്പീഷീസായ ബ്ലാക്ക് ബക്കെല്ലാം ഉണ്ട് കേട്ടോ. ഞങ്ങളത് പലപ്പോഴും ഇവിടെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഗജേന്ദ്രശില എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് വെച്ചിട്ട് മിക്കവാറും ഞങ്ങൾ ആ ബ്ലാക്ക് ബക്കിനെ മുന്നേയൊക്കെ കാണുമായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് കണ്ടിട്ടില്ല അതിനെ. അപ്പോൾ ഞങ്ങളിത് ആ മാനുകളുടെ പുറകെ നടന്നു പോണ മാതിരി വണ്ടി ഓടിക്കുവാണേ. പല സമയങ്ങളിൽ ഇങ്ങനെ റോട്ടിൽ മാനുകളെ കണ്ടാൽ നമ്മൾ വണ്ടി നിർത്തി വെച്ചിട്ട് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്കൊക്കെ പോയിക്കൊണ്ട് മാത്രമേ നമ്മൾ വണ്ടി എടുക്കുള്ളേ, പേടിച്ചിട്ട്. അതാ ഇപ്പം അവർ റോട്ടിൽ നിന്ന് മാറി അവർ അപ്പുറത്തെ സൈഡിലോട്ട് പോവുകയാണ്. റോഡ് ക്രോസ് ചെയ്യുവാണ് അവർ. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. ഇത്തവണ ഹോസ്റ്റൽ റൂം ഫുള്ള് വെക്കേറ്റ് ചെയ്യണ കൊണ്ടിട്ട് കാറ് നിറയെ സാധനങ്ങളായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ ഒരു സെമസ്റ്ററിൽ റൂം വെക്കേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് സാധനങ്ങളെ വരാറുള്ളൂ കാറിൽ കൊണ്ടുപോകാനായിട്ട്.
അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോന്നു. കുട്ടികൾ രണ്ടുപേരും കൂടെ സിനിമയ്ക്ക് ഫീനിക്സ് മാളിലേക്ക് പോയി. അവർ ഉച്ച ഫുഡും അവിടെ നിന്ന് കഴിച്ചിട്ട് സിനിമയെല്ലാം കണ്ട് 6 മണിയായപ്പോഴേക്കും അവരും വീട്ടിലേക്ക് തിരിച്ചെത്തി കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോയ പോലെ തന്നെ വളരെ സൂക്ഷിച്ച് പതുക്കെയാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത്. കാരണം കുരങ്ങും മാനും എല്ലാം റോട്ടിലുണ്ടാവും. അപ്പോൾ വളരെ ഭദ്രമായിട്ടേ നമുക്ക് അവിടെ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം ഞങ്ങൾ ചെന്നൈറ്റിയുടെ വെളിയിലോട്ട് കിടന്നു. അപ്പോൾ ചെന്നൈറ്റിക്ക് ഗുഡ് ബൈ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.